ഇസ്രയേൽ ആക്രമണത്തിൽ പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 70,000 കവിഞ്ഞതായി റിപ്പോർട്ടുകൾ. 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം 70,100 ആയി. വെടിനിർത്തലിന് ശേഷമുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ മാത്രം 300-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിനടുത്ത് ബെനി സുഹൈലയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ സഹോദരങ്ങളായ 2 കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 11ഉം 8ഉം പ്രായക്കാരായ കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗാസയെ ആക്രമിക്കുന്നത് ഇസ്രയേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഭീകരവാദികളെ ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രയേലിന്റെ വാദം. ഗാസയുടെ വിവിധ ഭാഗങ്ങളിലായി ഇസ്രയേൽ വ്യോമാക്രമണവും നടത്തി. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ അതിക്രമങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. വെസ്റ്റ് ബാങ്കിലെ ഗവർണറേറ്റായ തുബാസിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ ഇതിനകം 200-ലധികം പലസ്തീനികൾക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ തുബയിൽ നിന്ന് മാത്രം സൈന്യം 2000 പലസ്തീനികളെയെങ്കിലും കസ്റ്റഡിയിലെടുത്തു. ഖൽഖില്യ, ജെനിൻ, നബുലസ് എന്നിവിടങ്ങളിലും ഇസ്രയേൽ റെയ്ഡ് നടത്തി നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു. ഇസ്രയേലിനോട് വെടിനിർത്തൽ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സമ്മർദ്ദം ചെലുത്താൻ ഹമാസ് മധ്യസ്ഥരെ സമീപിച്ചതായാണ് വിവരം. അതേസമയം സിറിയയിലും ഇസ്രയേൽ സൈന്യം ആക്രമണം തുടരുന്നുണ്ട്. വെള്ളിയാഴ്ച സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്ന ഭീകരവാദ ഗ്രൂപ്പിലെ അംഗങ്ങളെ പിടികൂടാനാണ് ഓപ്പറേഷൻ നടത്തിയതെന്നാണ് ഇസ്രയേലിന്റെ വാദം. ഭീകരവാദികൾ സൈനികർക്കു നേരെ വെടിയുതിർത്തുവെന്നും 6 പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ അവകാശപ്പെട്ടു. ലെബനനിലും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ ഈ നടത്തുന്ന കടന്നുകയറ്റം ഗുരുതര സാഹചര്യം രൂപപ്പെടുത്തിയതായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് ലീഗ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ വെസ്റ്റ് ബാങ്കിന് നേർക്ക് സൈനിക നടപടികളുമായി ഇസ്രയേൽ എത്തിയെന്ന റിപ്പോർട്ടുകളും കുറച്ചു ദിവസം മുൻപ് പുറത്തു വന്നിരുന്നു. റഫാ തുരങ്കത്തിൽ കഴിഞ്ഞ 5 ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ സേന അന്ന് അവകാശപ്പെട്ടിരുന്നു. അധിനിവിഷ്ട വടക്കൻ വെസ്റ്റ് ബാങ്ക് പ്രദേശമായ തുബക്ക് നേരെയും ഇസ്രയേൽ സേനയുടെ വ്യാപക അതിക്രമം നടന്നു. സൈന്യത്തിന് നേരെ ശക്തി സംഭരിക്കുന്ന പലസ്തീൻ പോരാളികളെ അമർച്ച ചെയ്യാനാണ് സൈനിക നടപടിയെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു. ഡസൻ കണക്കിന് സൈനിക വാഹനങ്ങളാണ് തുബ പ്രദേശത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി മേഖലയിൽ ഇസ്രയേൽ നടത്തുന്ന അനിയന്ത്രിതമായ ഇടപെടൽ മറയ്ക്കുന്നുവെന്ന ആരോപണവുമായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ രംഗത്തെത്തിയിരുന്നു. ഗാസ പദ്ധതിയിൽ UN സുരക്ഷാ കൗൺസിലിൽ നടന്ന വോട്ടെടുപ്പിൽ 13 പേർ വോട്ടിൽ പ്രമേയം അംഗീകരിക്കുകയും റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തിരുന്നുവെന്നും അവർ പറഞ്ഞു. പദ്ധതി അംഗീകരിക്കുന്ന തീരുമാനം പലസ്തീൻ പ്രദേശത്തേക്ക് അനിയന്ത്രിതമായി ഇസ്രയേലിന് ഇടപെടാനുള്ള മുഖമുദ്രയായി മാറുന്നുവെന്നും മരിയ സഖാരോവ കൂട്ടിച്ചേർത്തു. പലസ്തീനുകളുടെ സ്വയം നിർണയത്തിനുള്ള നിയമാനുസൃത അവകാശങ്ങളും മേഖലയിൽ സമാധാനപരമായ സഹവർത്തിത്വവും ഇല്ലാതാക്കുന്നതിനുള്ള അന്തിമ തീരുമാനമായി ഇത് മാറില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ പറഞ്ഞു. ഗാസയിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു ബോർഡ് ഓഫ് പീസ് സ്ഥാപിക്കുക എന്നതാണ് ഈ പ്രമേയത്തിലൂടെ US മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം. ഇതുപ്രകാരം ഇസ്രയേലായും ഈജിപ്തുമായും അടുത്ത സഹകരണത്തിലും സഹവർത്തിത്വത്തിലും പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥിരസേനയെ ഗാസയിൽ വിന്യസിക്കാൻ ഈ ബോർഡിന് അധികാരമുണ്ട്. ഗാസ മുനമ്പിലെ സൈനികവൽക്കരണം, ഹമാസിന്റെ നിരായുധീകരണം എന്നിവയൊക്കെയാണ് ഈ ബോർഡിന്റെ പ്രധാന ലക്ഷ്യങ്ങളായി വരുന്നതെന്നും മരിയ സഖാരോവ പറഞ്ഞു. നേരത്തെ ഗാസ സമാധാന പദ്ധതിയുടെ കരട് പ്രമേയം UN സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾക്ക് മുന്നിൽ US അവതരിപ്പിച്ചിരുന്നു. തുർക്കി, ഈജിപ്ത്, ഖത്തർ, UAE, സൗദി അറേബ്യ അടക്കം അന്താരാഷ്ട്ര കൗൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട 10 അംഗങ്ങൾക്ക് മുന്നിലാണ് കരട് പ്രമേയം അവതരിപ്പിച്ചത്. ഗാസയിലെ വെടിനിർത്തലിന് മേൽനോട്ടം വഹിക്കാനും ട്രംപിന്റെ 20 ദിന പദ്ധതികൾക്കുള്ള സമാധാന കരാറിനെ പിന്തുണയ്ക്കാനും അന്താരാഷ്ട്ര സുരക്ഷാ സേനയ്ക്ക് UN സുരക്ഷാ കൗൺസിലിന്റെ അനുമതി നൽകണമെന്ന് കരടിൽ പറയുന്നു. അതേസമയം UN സ്ഥിരാംഗങ്ങളായ ചൈനയുടെയും റഷ്യയുടെയും കടുത്ത എതിർപ്പിനിടെയാണ് US പദ്ധതിക്ക് സുരക്ഷാ സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.